എൻ്റെ പേര് നിഷ. ഞാൻ താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡാണ് തങ്കച്ചൻ. 2024 ഒക്ടോബർ മാസം ഞങ്ങൾ താമസിച്ചുള്ള ധ്യാനം കൂടി വളരെയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. ആദ്യത്തെ വലിയ അനുഗ്രഹം കിട്ടിയത് 18 വർഷമായിട്ട് വിൽക്കാതെ കിടന്ന തടസ്സം നേരിട്ടിരുന്ന സ്ഥലം വിൽപ്പനയാണ്. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി വെഞ്ചരിച്ച കല്ലുപ്പ് വിതറി, ശക്തിയിൽ വിതറി. പിന്നെ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ഞാൻ ദശാംശം കൊടുക്കാമെന്നും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്നും. എത്ര സെന്റ് സ്ഥലമായിരുന്നു? 1 ഏക്കർ 10 സെന്റ്. വിറ്റുപോയി അല്ലേ? അങ്ങനെ ഇരിക്കെ അത് വിറ്റ് ഞാൻ 90 ദിവസത്തെ അത്ഭുത ജപമാല കൂടി. 90 ദിവസം കഴിഞ്ഞ് അച്ഛൻ ഒരു പ്രാവശ്യം അത്ഭുത ജപമാലയിൽ വിളിച്ചു പറഞ്ഞു, തങ്കച്ചൻ്റെ സ്ഥലം വിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 90 ദിവസം കഴിഞ്ഞ് പിന്നെ 3 മാസത്തിനുള്ളിൽ മാതാവിൻ്റെ മാസമായി മെയ് മാസം ഞങ്ങളുടെ സ്ഥലം എക്സ്ചേഞ്ച് ചെയ്തു. എനിക്ക് നല്ലൊരു വീട് കിട്ടി. മാതാവ് തന്ന അനുഗ്രഹത്തിന് നന്ദി. നല്ലൊരു കൈയ്യടി കൊടുത്ത വർഷങ്ങളായിട്ടുള്ള സ്ഥല വിൽപ്പന തടസ്സമാണ് വെഞ്ചരിച്ച് ഉപ്പിട്ട് അത്ഭുതമാല കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ മാറിപ്പോയത് കേട്ടോ. അതോടൊപ്പം എൻ്റെ ചെവിയിൽ ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ കൗൺസിലർ പറഞ്ഞു ഈ സെക്കൻഡ് സെറ്റ് ഊരി മാറ്റണം. 30 വർഷമായിട്ട് ഇട്ടിരുന്ന സെക്കൻഡ് സെറ്റ് ആയിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാനത് ഊരി ബാഗിലിട്ടു. ബസ്സിൽ കയറി നോക്കിയപ്പോൾ എൻ്റെ മുഴ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നു. ഞാൻ വീട്ടിൽ ചെന്ന് ഒലിവ് ഓയിൽ തേച്ചു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനുള്ളിൽ ആ മുഴ അപ്രത്യക്ഷമായി. നല്ലൊരു കൈയ്യടി കൊടുത്ത് കണ്ടോ. 31 വർഷമായി സെക്കൻഡ് സെറ്റ് കുത്തിയിരിക്കുകയാണ്. ആ ചെവിയിൽ മുഴ കണ്ടോ, അത് മാറിപ്പോയി. കൗൺസിലർ പറഞ്ഞത് മാറ്റാൻ. എനിക്ക് കിട്ടിയ അനുഗ്രഹം, എൻ്റെ കണ്ണിൽ മാറി മാറി കുരു ഉണ്ടാകുന്നുണ്ടായിരുന്നു. അത് ഇവിടെ വന്ന് ധ്യാനം കൂടി ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അതിന് മാറ്റം വന്നു. മാറിപ്പോയോ? മാറിപ്പോയി, ഫുള്ളായിട്ട് മാറിപ്പോയി. പിന്നെ ഈ കൈ ഉയർത്തിയിട്ട് എനിക്കൊരു ഷർട്ടോ ബനിയനോ ഒന്നും ഇടത്തില്ലായിരുന്നു. ഭയങ്കര ഷോൾഡറിന് ഭയങ്കര വേദനയായിരുന്നു. ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്തുതിക്കാൻ വേണ്ടിയിട്ട് കൈ പൊക്കാൻ നോക്കുമ്പോൾ കൈക്ക് നല്ല വേദനയാണ്. അങ്ങനെ ആദ്യത്തെ ദിവസം വേദനയായിട്ട് ഞാൻ കൈ അടിക്കുക ചെയ്തോളൂ. പൊക്കാൻ പറ്റുന്നില്ല. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കൈ പൊക്കിയിട്ട് സ്തുതിക്കാൻ പറ്റി. പിന്നെ വേദന വന്നിട്ടില്ല അല്ലേ? നിങ്ങൾ ധ്യാനം കൂടി 2024 2024 ഒക്ടോബർ മാസത്തിൽ ധ്യാനത്തിന്റെ അനുഭവങ്ങൾ പറയാനായിട്ട് രണ്ടുപേരും. എനിക്ക് ജോലി എന്ന് പറയാൻ ഞാനൊരു സെക്യൂരിറ്റി ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ആ ജോലി പോയി കഴിഞ്ഞ് വെച്ചിട്ട് എനിക്ക് ആദ്യം കൂടുതൽ സാലറിയിൽ വേറെ നല്ലൊരു ജോലി ഒരാഴ്ചക്കുള്ളിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടി. ഇതിനെല്ലാം കരങ്ങളടിച്ച് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്.